മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് PMCയുടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അന്തസ് നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണത്. അതായത് നല്ല കെട്ടിടമുണ്ടായി, നല്ല ലബോറട്ടറി ഉണ്ടായി, നല്ല ലൈബ്രറി ഉണ്ടായി, അതിനേക്കാളൊക്കെ പ്രധാനമാണ് നിങ്ങളവിടെ പഠിപ്പിക്കുന്നതിൻ്റെ പ്രതിപാദ്യം, അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ സബ്ജക്റ്റ്, അതിൻ്റെ വിഷയം, അതിൻ്റെ കണ്ടൻറ് എന്താണ് എന്നുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് അവർ ചെയ്യുന്നൊരു കാര്യം ഇംഗ്ലീഷിൽ പറയുമല്ലോ, ക്യാച്ച് ദം യങ്, കുട്ടികളെ കുട്ടിക്കാലത്ത്, മനുഷ്യരെ കുട്ടിക്കാലത്ത് പിടികൂടുക. അപ്പോൾ അശാസ്ത്രീയമായ, യുക്തിരഹിതമായ, ആചാരബദ്ധമായ, അന്ധവിശ്വാസ ജടിലമായ, ഇന്നത്തെ പുതിയ കാലത്തിന് ചേരാത്ത തരത്തിലുള്ള വിഷയങ്ങളും ആ തരത്തിലുള്ള സമീപന രീതികളും നമ്മുടെ പാഠ്യപദ്ധതിയിലൂടെ പരിചയപ്പെടുത്തുക. അങ്ങനെ അവരെ ശരിക്കും നമ്മൾ പറയുമല്ലോ മസ്തിഷ്ക പ്രക്ഷാളനം, ബ്രെയിൻ വാഷിംഗ് നടത്തുന്ന അനവധി ഒളി അജണ്ടകൾ ഇതിനകത്തുണ്ട്. അത് തിരിയാത്ത ആളല്ല ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ TN സതീശൻ. അപ്പോൾ അവരിപ്പോൾ ഞങ്ങൾ പഠിക്കട്ടെ എന്ന് പറയുമ്പോൾ, അപ്പോൾ പഠിക്കാതെയാണോ നിങ്ങൾ കഴിഞ്ഞ 5-8 മാസം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത്? പഠിക്കാതെയാണോ ഇത്തരം കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ നിലപാടെടുത്തത്? അന്നത്തെ നിലപാട് എവിടെ പോയി? ഇലക്ഷന് മുമ്പ് നിങ്ങളെടുത്ത നിലപാട് തന്നെ ആ PMCയിൽ അവരൊന്നും മാറ്റിയിട്ടില്ല. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലൊന്നും മാറ്റിയിട്ടില്ല. PMCയുടെ നിബന്ധനകളിലൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ അത് ഒപ്പിട്ടത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളല്ല ഒപ്പിട്ടത്, പഴയ ഗവൺമെൻറ്റാണ് ഒപ്പിട്ടത്, ഞങ്ങൾക്കത് ബാധകമല്ല എന്നാണ് പറയേണ്ടത്. നിങ്ങൾ കേട്ടില്ലേ, ഈ MN കാരശ്ശേരിയെ കോൺഗ്രസ് ആയിരുന്നു പൊക്കിക്കൊണ്ട് നടന്നിരുന്നത്. യഥാർത്ഥത്തിൽ MN കാരശ്ശേരിയൊക്കെ ഇന്ത്യ മുന്നണിക്കാരനാണ് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. കോൺഗ്രസും CPM ഒക്കെ തന്നെ ഒരേ സമയത്ത് ആവും. ഒരൊറ്റ ശത്രു മാത്രമേ MN കാരശ്ശേരിക്കുള്ളൂ, അത് BJP ആണ്. BJPക്കെതിരെ നിരന്തരം പറയുക എന്നുള്ളതാണ് MN കാരശ്ശേരിയുടെ പണി എന്നുള്ളത് ആദ്യം തന്നെ സകല മലയാളികളും തിരിച്ചറിയുക. ഇത് BJPക്കാണ് PM ഈ കേരളത്തിൽ നടപ്പിലാക്കിയാൽ ഗുണമുണ്ടാവുക എന്ന് നിരന്തരം MN കാരശ്ശേരി വിളിച്ചു പറയുന്നുണ്ട്. അതിൽ യാതൊരു തെറ്റുമില്ല. PM കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ BJPക്ക് തന്നെയാണ് ഗുണമുള്ളത്. കാരണം മറ്റൊന്നുമല്ല, PM നമ്മുടെ കേരളത്തിൽ ഓരോ വിദ്യാലയത്തിലും നടപ്പിലാക്കുമ്പോൾ അവരുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ എത്രത്തോളം വലിയ ഉപകാരമുള്ള ഒരു പദ്ധതിയാണ് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നത് എന്ന് തിരിച്ചറിയുകയും മതഭേദമന്യേ, അതായത് കേരളത്തിലെ രാഷ്ട്രീയ മതഭേദമന്യേ നരേന്ദ്രമോദിക്ക് കൈയടിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഞാൻ എന്തെങ്കിലും പറയല്ല. PM പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകൻ പറയുന്നത് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. പിന്നെ MN കാരശ്ശേരി വിളിച്ചു പറയുന്നുണ്ടല്ലോ, പാഠ്യപദ്ധതിയിൽ എന്തോ ഉൾപ്പെടുത്തുന്നു, അതേപോലെ തന്നെ വികസനം ഉണ്ടാവും എന്നുള്ളത് ഏതായാലും MN കാരശ്ശേരി തന്നെ പറഞ്ഞു. വലിയ വലിയ സൗകര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ലളിതമായ ചോദ്യമാണ്. നിങ്ങളൊക്കെ ഈ വികസന മുരടിപ്പുമായിട്ട് എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കുന്നത്? എന്തിനാണ് സാധാരണക്കാർക്ക് കിട്ടുന്ന വികസനങ്ങളുടെ കടക്കൽ കത്തിവെക്കാൻ ഇങ്ങനെ വാ തുറന്ന് തോന്നിയത് വിളിച്ചു പറയുന്നത്? വികസനം ഉണ്ടാവുമെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചല്ലോ. ഇനി ലളിതമായ അടുത്ത ചോദ്യമാണ്, പാഠ്യപദ്ധതിയിൽ എന്തൊക്കെയോ യുക്തിരഹിതമായത് ഉണ്ട് എന്നല്ലേ നിങ്ങളൊരു പ്രധാനപ്പെട്ട ചാനലിൽ ഇരുന്നു കൊണ്ടല്ലേ വിളിച്ചു പറയുന്നത്? ഈ PM നടപ്പിലാക്കൽ തുടങ്ങിയിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷമൊക്കെ കഴിഞ്ഞില്ലേ? ഒരു വർഷം ഒന്നല്ല, അതിലും അധികമായി. നിങ്ങളോട് ചോദിക്കാനുള്ള ലളിതമായ ചോദ്യമാണ്, ഈ രാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും PM ഒക്കെ നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പൊ കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പോയിട്ട് PM വന്നിട്ടുള്ള പുതുതായിട്ടുള്ള നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള യുക്തിരഹിതമായിട്ടുള്ള, യുക്തിയില്ലാത്ത പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരൊറ്റ പാഠം നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കൂല. ഈ MN കാരശ്ശേരിക്കൊന്നും അത് സാധിക്കൂല. കാരണം എന്താ? യുക്തിരഹിതമായിട്ടുള്ള ഒരു പാഠ്യപദ്ധതി, ഒരു വിഷയവും PM ബന്ധപ്പെട്ട് രാജ്യത്തെ ഓരോ പൊതു വിദ്യാലയത്തിലേക്കും വരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ഒരു PM പദ്ധതി നടപ്പിലാക്കുന്നത് രാജ്യത്തെ സർക്കാർ വിദ്യാലയങ്ങളിലാണ്. സർക്കാർ വിദ്യാലയങ്ങളില്, അതായത് സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങളിലാണ് ഇത് നടപ്പിലാക്കുന്നത്. ഹൈലി പേയ്മെന്റ് കൊടുത്തിട്ട് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലല്ല. ഇത് സർക്കാർ വിദ്യാലയങ്ങളിൽ, അതായത് അന്താരാഷ്ട്ര നിലവാരമുള്ള പാഠ്യപദ്ധതി സാധാരണക്കാരുടെ മക്കൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി 2047 ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാ PM ഇതൊക്കെ തന്നെ ഈ MN കാരശ്ശേരിക്ക് അറിയാം. പക്ഷെ കേരളത്തിലൊരു ഇമേജ് ബിൽഡ് ചെയ്യാൻ ഉളുപ്പില്ലാതെ
മോദിക്കെതിരെ BJPക്കെതിരെ 24 മണിക്കൂർ പറഞ്ഞു നടക്കുക. എന്റെ ലളിതമായ ചോദ്യം, നിങ്ങൾ യുക്തിരഹിതമായത് പഠിപ്പിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ PM ശ്രീ നടപ്പിലാക്കിയ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയ മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഒക്കെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി കഴിഞ്ഞു. ഇവിടെ മാത്രമായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എം.എൻ. കാരശ്ശേരിയൊക്കെ മനസ്സിലാക്കുക, ഈ രാജ്യത്തിന്റെ ഭാഗം തന്നെയാ കേരളം. അല്ലാതെ നിങ്ങൾക്കൊന്നും സ്വന്തമായിട്ട് മറ്റൊരു പ്രദേശമായിട്ട് കേരളം തന്നിട്ടില്ല. ഇനി മറ്റൊരാളും ചാടി വീണിട്ടുണ്ടല്ലോ. ഈ പാളയം ഇമാം കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുക, വിശ്വാസികൾ ആരാധനയ്ക്ക് വരുന്ന സ്ഥലത്തുനിന്ന് പ്രസംഗിക്കുക. UDF സർക്കാരിനെതിരെയാ. UDF സർക്കാർ യഥാർത്ഥത്തിൽ തെറ്റ് തിരുത്തി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. എന്താണ് PM ശ്രീ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ പരമാവധി മെഴുകുകയാണ്. അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഞങ്ങൾ PM ശ്രീ പദ്ധതിക്ക് ഒരു മാറ്റവും LDF സർക്കാർ ഭരിച്ച സമയത്തും UDF സർക്കാർ ഭരിച്ച സമയത്തും മാറ്റിയിട്ടില്ല, ഒരു മാറ്റവും വരുത്തിയില്ല. പക്ഷെ UDF സർക്കാരിന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് ഇതിന്റെ ഗുണമെത്തിയാൽ അതും ഞങ്ങളാണ് എന്നെങ്കിലും പറഞ്ഞ് കുറച്ച് വോട്ട് തട്ടാൻ സാധിക്കും എന്നാണ് UDF ഇപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാളയം ഇമാമിനോടൊക്കെ ഒരു കാര്യം പറയാണ്. പാളയം ഇമാമാണ് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് UDF എന്തുകൊണ്ട് PM ശ്രീ നടപ്പിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് KM ഷാജി അറബിക്കടലിലേക്ക് എറിയുമെന്നല്ല പറഞ്ഞത്. ഇപ്പൊ ഭരണത്തിലെത്തുമ്പോ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പൊളിറ്റിക്സ് അങ്ങ് ചർച്ച ചെയ്യാ. ഈ പാളയം ഇമാമിനോട് ഒരു മുസ്ലിം വിശ്വാസി എന്ന നിലക്ക് തന്നെയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങള് മത ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴേ കേരളത്തിലെ മുസ്ലിം മതവിശ്വാസികളൊക്കെ അത് കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ഒക്കെ തന്നെ ചെയ്യേണ്ടതുള്ളൂ. അതേസമയം നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ പറയാൻ കേരളത്തിലെ ഓരോ മുസ്ലിം മതവിശ്വാസിക്കും അവകാശമുണ്ട്. നിങ്ങൾ പച്ചക്ക് നിറകേടാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായ സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കടക്കലാണ് ഈ പാളയം ഇമാമൊക്കെ കത്തിവെക്കുന്നത്. നിറകേടാണ് പാളയം ഇമാമൊക്കെ വിളിച്ചു പറയുന്നത്. എന്റെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോ ഒരു മതപണ്ഡിതൻ വന്നിട്ട് അത് നടത്തരുത് എന്ന് UDFനൊക്കെ തിട്ടൂരമിറക്കാൻ ഈ പാളയം ഇമാമൊക്കെ ആരാണ്? എന്റെ ലളിതമായ ചോദ്യം. ഒരു വിശ്വാസി എന്ന നിലക്ക് തന്നെയാ. നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞാൽ മതവിശ്വാസികൾ അത് കേൾക്കില്ല, തിരിച്ചു ചോദ്യം ചെയ്യൂ. ആ ചോദ്യം ചെയ്യലാണ് കൃത്യമായിട്ട് ഞാനിവിടെ മുന്നോട്ട് വെക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ 2047 ഒരു വികസിത രാജ്യം എന്ന് സ്വപ്നം കണ്ട് സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന മക്കൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സിസ്റ്റത്തെ, സംവിധാനത്തെ പാളയം ഇമാം എങ്ങനെയാ എതിർക്കുക? ഈ നാടിന്റെ പുരോഗതിയുടെ കടക്കലല്ലേ ഈ പാളയം ഇമാമൊക്കെ കത്തിവെക്കുന്നത്? ഈ പാളയം ഇമാമ്, M.N. കാരശ്ശേരി, ഇതിനെ എതിർക്കുന്ന സകല ആളുകളും ഇവിടെ തൊട്ടടുത്താണല്ലോ മാഹി എന്ന് പറയുന്നത്. അവിടെയുള്ള ഗവൺമെന്റ് ഹുസ്മാൻ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകൻ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. കഴിഞ്ഞ ഫെബ്രുവരി മുതലാണ് നമ്മൾ PM ശ്രീന്റെ ഭാഗം. നമുക്ക് ക്ലാസ് റൂമുകളെല്ലാം റീവയറിംഗ് ചെയ്യാൻ പറ്റി, സ്വിച്ചുകൾ മാറ്റി പുതിയത് വെക്കാൻ സാധിച്ചു. ഈ പെയിന്റിംഗ് എല്ലാം നമ്മൾ ചെയ്തത് PM ശ്രീ ഫണ്ടായിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ സ്പോർട്സിന് ഏകദേശം നമ്മൾ ഒരു 50,000 രൂപയോളം സാധനങ്ങൾ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട്. ലാബിലേക്കുള്ള എല്ലാ ആർട്ടിക്കിൾസും നമ്മൾ വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. ICT ലാബിൽ എന്ന് പറഞ്ഞാൽ അതിൽ ബാക്കപ്പ് ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. 8 പുതിയ ബാറ്ററികൾ സ്ഥാപിച്ചുകൊണ്ട് ഈ ICT വളരെ സുഗമമായി നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ക്ലാസ് റൂമുകളിൽ ഏകദേശം 7 ക്ലാസ് റൂമുകളിലും ഇന്ററാക്റ്റീവ് ബോർഡുകൾ വെച്ച് നഴ്സറി ക്ലാസ്സുകളിൽ ആ കുട്ടികൾ ഇപ്പോൾ പഠനോപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ കളിയുമായി ബന്ധപ്പെട്ട പഠനോപകരണങ്ങൾ വെച്ചുകൊണ്ട് നന്നായിട്ട് അതിലേക്ക് ശോഭിക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ആനുവൽ ഡേക്ക് ഒരു പൈസ പോലും നമ്മൾ കുട്ടികളിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ഏകദേശം 1 ലക്ഷം രൂപ ഈ PM ശ്രീ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. കുട്ടികൾക്ക് കൊടുക്കുന്ന ടാഗ്, പിന്നെ ബാഡ്ജുകളും ഇതെല്ലാം PM ശ്രീ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് നേരത്തെ SSA വഴിയാണല്ലോ ഫണ്ട് നമുക്ക് ലഭിച്ചിരുന്നത്. SSA ഫണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലുള്ള ഒരു ഫണ്ട് മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 8 മാസം കൊണ്ട് ഏകദേശം 44 ലക്ഷത്തോളം ലഭ്യമായിട്ടുണ്ട്. സിലബസുകളിൽ കാര്യമായ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് മാഹിയിലല്ല, പോണ്ടിച്ചേരി എല്ലാം പോകുന്നത് CBSE സിലബസ് ആണ്. അത് സാധാരണ നടക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ നടന്നു വരുന്നത്. ഇത് വരുന്നതോടുകൂടി PM ശ്രീയോടൊപ്പം പ്രധാനമന്ത്രിയുടെ ചിത്രം സ്കൂളിൽ പതിക്കണം എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടോ? അതിനൊരു ഹെഡിൽ നമ്മളൊരു 10,000 രൂപ വിലയിരുത്തിയിട്ടുണ്ട് അവിടെ ഒരു സെൽഫി പോയിന്റ് വെക്കാൻ. പക്ഷെ അത് നിർബന്ധിച്ചില്ല, ഇതുവരെ ആരും അത് നിർബന്ധമായിട്ടുള്ള NEP നമ്മളിവിടെ ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. NEP വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് അവർ കൂടുതലായിട്ട് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു കുട്ടി ഒരു 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്കില്ല് അവന് സ്വന്തമായിട്ടുണ്ടാവും. ഇപ്പോൾ മാഹിയിൽ ഇപ്പോൾ 4 PM ശ്രീ സ്കൂളുകളുണ്ട്. ഇവർക്കൊന്നും ഇതുവരെ ഇത് യാതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. മറിച്ച് മുൻപത്തേതിനെക്കാട്ടും കൂടുതലായി സുഖമായും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നു. നിങ്ങൾ കേട്ടില്ലേ, ഈ PM ശ്രീ നടപ്പിലാക്കിയ ഒരു വിദ്യാലയത്തിലെ, ഒരു ഗവൺമെന്റ് വിദ്യാലയത്തിലെ, മാഹി ഉസ്മാൻ ഗവൺമെന്റ് വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകനായി പറയുന്നത്. ഞാൻ ഈ വിദ്യാലയത്തിന്റെ പേരൊക്കെ എടുത്തു പറയാനുള്ള ഒരു കാരണം, ഈ പാളയം ഇമാം ഒരു വണ്ടി എടുത്തിട്ട് ഈ പ്രധാന അധ്യാപകന്റെ അടുത്തേക്കൊന്ന് പോകണം, MN കാരശ്ശേരിയും ഒന്ന് പോകണം, ഇതിനെതിർക്കുന്ന ആളുകളൊക്കെ ഒന്ന് പോകണം. അതൊരു ഗവൺമെന്റ് വിദ്യാലയമാണ്. അവിടെ പോയിട്ട് സിലബസിൽ എന്തെങ്കിലും അധികമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊന്ന് ചോദിക്കണം. ഇത് നടപ്പിലാക്കിയവർ എന്തു പറയുന്നോ അതിനനുസരിച്ച് ഇവിടെ നിന്ന് തോന്നിയ നെറികേട് വിളിച്ചു പറഞ്ഞാൽ പോരെ. സിലബസിൽ ഒരു മാറ്റവും ഇല്ല. വളരെ വ്യക്തമായിട്ട് അവിടെ വികസനങ്ങൾ വരുന്നുണ്ട്. എത്ര സുന്ദരമായിട്ടാണ്, അതായത് ഒരു 10ാം ക്ലാസ് കഴിയുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു പുതിയ സ്കില്ല്, അത് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ രീതിയല്ലേ. ആ രീതിയിൽ നമ്മുടെ രാജ്യത്തെ 2047 കൂടിയിട്ട് വികസിത ഭാരതത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ പുതുതലമുറയെ കൂടി നമ്മുടെ പ്രധാനമന്ത്രി കൂട്ടിപ്പിടിക്കുമ്പോ അതിനെതിരെ പാളയം ഇമാം, ഒരു മത നേതാവ്, രാഷ്ട്രീയം പറയുന്നത് അത് 1000 തവണ ശ്രദ്ധിച്ചിട്ട് വേണം. അടച്ചങ്ങ് മോദിയെ വിമർശിക്കുക എന്ന് പറയുന്നതൊന്നും ഇനി അധിക കാലം കേരളത്തിൽ മുന്നോട്ട് പോകില്ല. ഇവിടെ മുസ്ലിം വിശ്വാസികൾ ഉൾപ്പെടെ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കൃത്യമായിട്ട് PM ശ്രീ പദ്ധതി ഈ രാജ്യത്ത് നടപ്പിലാക്കേണ്ടതാണ്. കേരളം ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. കേരളം എന്തോ സംഭവമാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ പറയാൻ, ഈ രാജ്യത്തിന്റെ ഭാഗമാണ് കേരളം. ഇവിടെ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് മുമ്പ് തോന്നിയത് വിളിച്ചു പറഞ്ഞവരൊക്കെ അടങ്ങിയല്ലോ. ഈ കേരളത്തിലും ഇത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞല്ലോ. രാജ്യം ഒന്ന് നടപ്പിലാക്കും, അതിന്റെ ഭാഗമാവുക. അത് ഈ കേരളത്തിലെ സാധാരണ മക്കൾക്കാണ് അതിന്റെ ഉപകാരം കിട്ടുക എന്നുള്ളത് സകലരും തിരിച്ചറിയുക. നിങ്ങൾ ഇതൊന്നും നടപ്പിലാക്കിയില്ലെങ്കിൽ കേരള ജനത BJPയെ കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തിച്ചിട്ട് ഇതൊക്കെ നടപ്പിലാക്കും എന്നുള്ളതൊന്നും UDFും LDFും ഒന്നും തന്നെ ഒരിക്കലും മറക്കണ്ട.